പണിതുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ 6ാം നിലയിൽ നിന്ന് ഒരു കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ താഴത്തെ നിലയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ വിളിക്കുകയായിരുന്നു. നിർമ്മാണത്തിൻ്റെ ശബ്ദം മൂലം താഴത്തെ നിലയിലെ തൊഴിലാളിക്ക് സൂപ്പർവൈസർ വിളിക്കുന്നത് കേൾക്കാനായില്ല. തുടർന്ന് തൊഴിലാളിയുടെ ശ്രദ്ധയാകർഷിക്കാൻ മുകളിൽ നിന്നും ഒരു 10 രൂപ നോട്ട് താഴോട്ടെറിഞ്ഞു. തൻ്റെ മുമ്പിൽ വന്നു വീണ 10 രൂപ നോട്ട് തൊഴിലാളി എടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടിട്ട് ജോലി തുടങ്ങി. വീണ്ടും തൊഴിലാളിയുടെ ശ്രദ്ധ കിട്ടുവാനായി ഒരു 500 രൂപ നോട്ട് താഴോട്ടെറിഞ്ഞു. തൊഴിലാളി 500 രൂപ നോട്ട് എടുത്ത് പോക്കറ്റിലിട്ട് ജോലി തുടർന്നു. ഒടുവിൽ സഹികെട്ട സൂപ്പർവൈസർ ഒരു ചെറിയ കല്ലെടുത്ത് താഴേക്കെറിഞ്ഞു. അത് തലയിൽ കൊണ്ട തൊഴിലാളി ഉടനെ മുകളിലേക്ക് നോക്കുകയും സൂപ്പർവൈസറിനെ കാണുകയും അവനുമായി സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണിത്. നമ്മുടെ ജീവിതത്തിൻ്റെ സൂപ്പർവൈസറായ ദൈവത്തിന് ചിലത് നമ്മോട് സംസാരിക്കുവാനായിട്ടുണ്ട്. പക്ഷേ നാം വളരെ തിരക്കാണ്. നമ്മുടെ ഈ ജീവിത തിരക്കിനിടയിൽ ദൈവം നമുക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകാറുണ്ട്. പക്ഷേ നാം അതെല്ലാം കൈപ്പറ്റുന്നുണ്ടെങ്കിലും മുകളിലോട്ട് നോക്കാൻ നമ്മുടെ തിരക്കനുവദിക്കുന്നില്ല. ദൈവം നമുക്ക് വലിയ സമ്മാനങ്ങൾ പലത് നൽകുവാൻ തുടങ്ങി. എന്നിട്ടും നാം അതിന് നന്ദി പറയുകയോ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയോ ചെയ്തില്ല. ഒടുവിൽ ദൈവത്തിന് ഒട്ടും ഇഷ്ടമില്ലാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമ്മിൽ പലരും എൻ്റെ ദൈവമേ എന്ന് ആത്മാർത്ഥമായി വിളിക്കുവാൻ തുടങ്ങിയത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ, പരിശോധനകൾ, അതിനിമിത്തമുണ്ടാകുന്ന വേദനകൾ അനുവദിക്കുന്നത് പരമപ്രധാനമായി വിശ്വാസത്തിൽ നാം ഏവരും നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. കഷ്ടതകളും പ്രയാസങ്ങളും അതിൻ്റെ വഴിക്ക് വന്നുകൊള്ളട്ടെ, നമുക്കത് തടുക്കാനാവില്ല. എന്നാൽ ഇവയെ നാം ക്ഷണിച്ചു വരുത്തുവാൻ അവസരം കൊടുക്കരുത്. നമുക്ക് പ്രയാസങ്ങളും വേദനകളും ഇല്ലാത്തപ്പോഴും നമ്മുടെ ദൈവത്തിൻ്റെ മുഖം നമുക്ക് അന്വേഷിക്കാം. ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും, എല്ലാ ദിവസവും, എല്ലാ നിമിഷവും നമ്മുടെ കർത്താവിനെ നമുക്ക് ആവശ്യമുണ്ട്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.